തൂക്കുപാലത്തിൻ്റെ നാട്ടിൽ സെൻറ് മേരീസ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തനം ആരംഭിച്ചു. പുനലൂർ രാംരാജ് തിയേറ്ററിൻ്റെ എതിർവശത്തെ ശ്രീ ടവറിലാണ് സെൻറ് മേരീസ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രി ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അജിത് ഡേവിഡ് തമ്പി സെൻറ് മേരീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ടൊരു പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുക ഏവിയേഷൻ അക്കാഡമി. ഇന്ന് ധാരാളം ജോലി സാധ്യതകളുണ്ട്. നമ്മുടെ ഈ പരിസരങ്ങളിൽ നിന്ന് തന്നെ ധാരാളം പേർ ഈ ജോലിക്കായിട്ട് എനിക്കറിയാവുന്ന കേസിന് ബാംഗ്ലൂർ എയർപോർട്ടിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എയർ ഹോസ്റ്റസ് മാത്രമാണ് ഏവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കരുത്. അതുമാത്രമല്ല, ഗ്രൗണ്ട് ഹോസ്റ്റസ്, എയർപോർട്ടിലെ വിവിധ തരം ജോലികൾ. നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ പല ഓഫീസുകളായിട്ട് ധാരാളം ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ അത് എയർ ഹോസ്റ്റസ് ഉണ്ട്, മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിലും അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ ഒരു പരിശീലനം നമ്മുടെ നാട്ടിൽ അനേകായിരങ്ങൾക്ക് ഉപകാരപ്രദമായി തീരാൻ, കാരണം വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ലാബ് ടെക്നീഷ്യൻ മേഖലകളിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പുനലൂർ തന്നെ ക്രൈസ്റ്റ് കിങ് കോളേജ് ഒരു പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഏവിയേഷൻ മേഖലയിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. ഈ സംരംഭം ഈ ഡോക്ടറിൻ്റെയും ബഹുമാനപ്പെട്ട രഞ്ജിത്ത്, നമ്മുടെ വൈസ് ചെയർമാൻ്റെയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെയും സിസ്റ്ററുടെയും മറ്റ് വിശിഷ്ട അതിഥികളുടെ എല്ലാം നാമത്തിൽ നമ്മൾ ഇന്നിവിടെ സമാരംഭിക്കുകയാണ്. ദൈവസാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിന് മേലും ഇത് നടത്തുന്നവരുടെ മേലും അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്നവരുടെ മേലും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ദൈവകൃപയാൽ ഈ സ്ഥാപനം ഉന്നതിയിലേക്ക് ഉയർത്തപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും ഭക്തിയോടെ വിശുദ്ധ ഗ്രന്ഥ പാരായണം ശ്രവിക്കാം. വിശേഷത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുപോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷം. രൂപനായ ദൈവമേ, വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനവും ശിക്ഷണവും സ്വഭാവ രൂപീകരണവും നൽകുന്നതിനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തെ കരുണാപൂർവം ആശീർവദിക്കണമേ. ഇവിടെ പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെയും മറ്റു വിധത്തിൽ സേവനം ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ നിന്ന് അധ്യയനം നടത്തുന്നവർ വിശുദ്ധിയിലും വിജ്ഞാനത്തിനും വളർച്ച പ്രാപിച്ച് ദൈവത്തിനും രാജ്യത്തിനും സേവനമനുഷ്ഠിക്കുവാൻ പ്രാപ്തരാകട്ടെ. ഈ സ്ഥാപനത്തെയും ഇതിലുള്ളവരെയും
ഇത് നടത്തുന്നവരെയും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവരെയും തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും സംരക്ഷിക്കണമേ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവിടുത്തെ കാരുണ്യത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ഒരു ചടങ്ങിലാണ് ഞാനിന്നിവിടെ പങ്കെടുക്കുന്നത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപാഠിയുമായിട്ടുള്ള രജീഷാണ് ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. പുനലൂരിലെ ഒരു ഏവിയേഷൻ കോഴ്സിൻ്റെ ഒരു ആദ്യ സ്ഥാപനമാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കൊട്ടാരക്കരയും അതുപോലെ കൊട്ടാരക്കരയില്ല, അടൂർ മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുനലൂർ, അടൂർ ഇടയ്ക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊല്ലത്തുണ്ട്. അതുപോലെ ഇപ്പോൾ പുനലൂർ നമ്മുടെ റീസെൻ്റായിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പുനലൂർ ഇതൊരു വലിയ സ്ഥാപനം വരുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. അത് ഏറ്റവും കൂടുതൽ സന്തോഷം പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇത് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലൊരു സന്തോഷമാണ്. അപ്പം ഈ പുനലൂർ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ അവനൊരു തീരുമാനം എടുത്തതിന് ഒരു വലിയ സന്തോഷകരമായൊരു ദിവസമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ഞാനിവിടെ വന്നൊരു ഓപ്പർച്യൂണിറ്റിക്ക് എല്ലാവരെയും താങ്ക്സ് പറയുന്നു. ആദ്യമേ ഇവിടെ ഇത്രയും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സിസ്റ്റം തുടങ്ങിയതിനും ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയതിനും രജീഷിനും ഈ ഒരു ഐഡിയ വന്ന രജീഷിനും ജിൻസിക്കും കൂടെ ഞാൻ ആദ്യമേ കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. പിന്നെ വന്ന എല്ലാവർക്കും വന്നതിന് താങ്ക്സ്. ഈ പരിപാടി അറ്റൻഡ് ചെയ്യാൻ ബാക്കി ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് ദം. നമുക്ക് ഇവിടെ ഉള്ള ഒരു സംരംഭമാണ്. അത് വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഒത്തിരിയേറെ പേര് ഇവിടുന്ന് പഠിച്ചിറങ്ങി ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷനായിട്ട് പുതിയൊരു കോഴ്സും കൂടി ആരംഭിക്കുകയാണ്, ഇവിടെ ഏവിയേഷൻ കോഴ്സ്. ഇവരൊക്കെ പറഞ്ഞതുപോലെ ഒത്തിരിയേറെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണിത്. വിൻസെൻ്റ് അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എയർ ഹോസ്റ്റസ് മാത്രമല്ല ഈ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പെടുന്ന വളരെയധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിലേക്കൊക്കെ ഒത്തിരിയേറെ ജോലി സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ്. പുനലൂർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത രജീഷിനും അതുപോലെ തന്നെ ജിൻസിക്കും ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. നമ്മുടെ പുനലൂരും ഇതുപോലത്തെ സ്ഥാപനത്തിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിനെ കുറിച്ച് ഈ സ്ഥാപനത്തിന് എല്ലാ വളർച്ചയും കാരുണ്യവാനായ ദൈവത്തിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിലേക്ക് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇവിടെ വേറെ എവിടെയും ഏവിയേഷൻ കോഴ്സ് ഇല്ല. അങ്ങനെ ഇറങ്ങി ഈ ഒരു ഏവിയേഷൻ കോഴ്സ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഏവിയേഷൻ കോഴ്സിലേക്ക് നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. ചടങ്ങിൽ വൈസ് ചെയർമാൻ രഞ്ജിത്ത, വൈദികരായ വിൻസെൻ്റ്, പ്രദോഷ്, റബേറ്റ മേരി എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പഠനം പൂർത്തീകരിച്ചവർക്ക് സ്വദേശത്തും വിദേശത്തുമായി എയർപോർട്ടുകളിൽ ധാരാളം തൊഴിൽ സാധ്യതയുള്ള ഏവിയേഷൻ കോഴ്സുകളാണ് സെൻറ് മേരീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്നത്. പുനലൂരിൽ ആദ്യമായാണ് ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.